ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വെറും രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ കൊടുക്കൽ വാങ്ങലുകൾ മാത്രമല്ല, അത് സാംസ്കാരികമായ ഇടയഴുപ്പത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളുടെയും സമാനമായ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് രാജ്യങ്ങളുടെ പരസ്പര വിശ്വാസത്തിന്റെയും കഥയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനം, പ്രത്യേകിച്ചും ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിലെ പ്രസംഗവും യാദ് വാഷെം സ്മാരക സന്ദർശനവും ഈ ബന്ധത്തിന് പുതിയൊരു മാനം നൽകിയിരിക്കുന്നു. ഫെബ്രുവരി 25-ന് ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നെസറ്റിൽ സംസാരിക്കുക എന്നത് അപൂർവമായ ഒരു ബഹുമതിയാണ്. ലോകം യുദ്ധങ്ങളും സാമ്പത്തിക അസ്ഥിരതകളും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സൗഹൃദം ലോകത്തിനൊരു മാതൃകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഗോള സമാധാനത്തിന് ഈ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. കേവലം പ്രതിരോധ ഇടപെടലുകളിൽ ഒതുങ്ങി നിൽക്കാതെ ആധുനിക ലോകത്തിന്റെ ചാലകശക്തികളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ, സെമി കണ്ടക്ടർ നിർമ്മാണം എന്നീ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. രാഷ്ട്രീയ പ്രോട്ടോക്കോളുകൾക്കപ്പുറം പ്രധാനമന്ത്രി മോദിയും ഇസ്രയേൽ നേതൃത്വം തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം പ്രസംഗത്തിലുടനീളം പ്രതിഫലിച്ചു. നെസറ്റിലെ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് നൽകിയ കയ്യടി ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള ഇസ്രയേലിന്റെ ആദരവിന്റെ അടയാളമായിരുന്നു. നയതന്ത്ര ചർച്ചകൾക്കിടയിലും മാനുഷിക മൂല്യങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് ഈ സന്ദർശനത്തിലൂടെ വെളിവാകുന്നത്. ഹോളോകോസ്റ്റ് എന്നറിയപ്പെടുന്ന ജൂത വംശഹത്യയുടെ ഇരകളെ അനുസ്മരിക്കുന്ന ഈ കേന്ദ്രം മാനുഷിക മനസാക്ഷിയെ ഉണർത്തുന്ന ഇടമാണ്. ഹിബ്രു ഭാഷയിൽ യാദ് വാഷെം എന്നാൽ ഒരു സ്മാരകവും പേരും എന്നാണ് അർത്ഥം. ബൈബിളിലെ ഏശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ പേര് സ്വീകരിച്ചിരിക്കുന്നത്.